അപ്പോൾ വീണ്ടും ഞാൻ കുഞ്ഞുമയിലാണ്. ഞാനിവിടെ പുതിയൊരു സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പറയാനുള്ളത് ഒരു വൺ ഷോട്ടിൽ ഒതുക്കുവാണ്. അതുകൊണ്ട് പെട്ടെന്ന് പോണ പോലെ തോന്നിയേക്കാം. പക്ഷേ ഒന്ന് ക്ഷമിച്ച് വിട്ടേക്കണേ. വൺ ഷോട്ട് ആയതുകൊണ്ടാണ്. ശരിക്കും ഇത്തിരി ലെങ്ത്ത് എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു FF ആണ്. അണ്ണാൻകുഞ്ഞും കോഴിക്കുഞ്ഞും ഇല്ല. ഈ സ്റ്റോറി അവർക്ക് അറിയത്ത പോലുമില്ല. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് മ്യൂസിക് അല്ല, വേറെ സൗണ്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്നും മൈൻഡ് ആക്കണ്ട. നിങ്ങൾ സ്റ്റോറി മനസ്സിലാവുമെന്ന് വിചാരിക്കണം. പിന്നെ നിന്നിൽ അലിയാൻ മാത്രം എന്നുള്ള FF കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കാണ്. സമയം കിട്ടാത്തതുകൊണ്ടാണ്. അപ്പോൾ സമയം കിട്ടുന്നതിനനുസരിച്ച് അത് ഞങ്ങൾ ചെയ്തിടുന്നതായിരിക്കും. ഇത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു സ്റ്റോറിയാണ്. അപ്പോൾ ചെയ്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ പോയി സ്റ്റോറി കണ്ടോളൂ. ഹലോ അമ്മ. ഞാനത് ഇപ്പോൾ ഇവിടെ എത്തിയുള്ളൂ. ഇല്ല, ആളുടെ വീട്ടിലേക്ക് പോകുന്നേ ഉള്ളൂ. ആരോടെങ്കിലും വഴി ചോദിച്ചു പോകണം. എങ്കിൽ ശരി, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കാം. എൻ്റെ കൃഷ്ണ, ഞാൻ ഗൗണ്ടറിൻ്റെ വീട് ഇവിടെ എവിടെ നിന്ന് കണ്ടുപിടിക്കുക? ആരോടൊപ്പം ചോദിക്കുക? അവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നുണ്ടല്ലോ, ആളോട് ചോദിക്കാം. ഹലോ അണ്ണ, ക്യാൻ യു ഹെൽപ്പ് മീ പ്ലീസ്? എനിക്കൊരു ഹെൽപ്പ് വേണു. ഓക്കെ സീറേ. ആണാ, നീങ്ക யாரு? என் பேர் சங்கர். நான் ഞാൻ ഇங்கே ദൈവമേ, അതെങ്ങനെ ഇപ്പൊ തമിഴില് പറയാ? ഒരു നിമിഷം, നീങ്ക മലയാളിയാ? അയ്യോ ആമാം. അല്ല, അതെ നിങ്ങൾക്ക് മലയാളം தெரியுமா? അറിയാം, കുറച്ച് അറിയാം. சொன்ன தெரிய விட்டாலும் எனக்கு மலையாளம் கேட்டா தெரியும். ஓ அப்படியா? ஆனா அது எப்படி? ஓ அதுவா? அது என் அப்பா மலையாளி தான். அவரு காதலித்து திருமணம் பண்ணிட்டேன். ഓ അത് കൊള്ളാലോ. എനിക്ക് ഒരു തമിഴ് കൊച്ചിനൊക്കെ കിട്ടിയാൽ മതിയായിരുന്നു. അതെവിടെ? ഇവിടെ ഒരു ഗൗണ്ടറില്ലേ, അവ പേര് സെൽവൻ. അവരുടെ വീട് എവിടെയാ? അതൊന്ന് പറഞ്ഞു തന്നാൽ നല്ല ഉപകാരമായിരുന്നു. சரி, அவ வீடு அந்த மதுரை மீனாட்சி கோவிலுக்கு அப்புறம் தான். ஓ ரொம்ப தேங்க்ஸ் அண்ணே. வரட்டுமா? இனியும் பார்க்கலாம். ചേട്ടാ, ഇങ്ങ മധുര മീനാക്ഷി കോവിൽ ഇല്ലയാ, അവിടെ പോകണോ? അങ്ങനെ കോവിലെത്തി. ഇനി അങ്ങേരുടെ വീട് ഇവിടെ എവിടെയാണോ എന്തോ. അവിടെ ഒരു വലിയ വീട് കാണുന്നുണ്ടല്ലോ, ചിലപ്പോൾ അതുമായിരിക്കും. എന്തായാലും ചോദിച്ചു നോക്കാം. അണ്ണാ, ഇതാണോ ഇവിടുത്തെ ഗൗണ്ടർ സെൽവന്റെ വീട്? ആമാ. ആനാ, നീങ്ക യാര്? അത് ഞാൻ ശങ്കർ, കേരളാവിൽ നിന്ന് വന്നേ. ஓ புரிஞ்சது, அந்த மலையாளி பையன் தானே? வாங்கோ, அதுதான் வீடு. ராஜா, அந்த பையன் யாரு? அவ அந்த மலையாளி பையன் அண்ணா. இங்க 2 மாசம் தங்கறதுக்கு கேட்கவில்லையா? ஓ அவரா? வணக்கம் தம்பி. கேரளாவில் உங்க பிளேஸ் அங்க? சார், அது என் ஊரு த்ரிஷூர் தான். ஐயோ, சார்னு கூப்பிடாத. நீ எனக்கு தம்பி மாதிரி தான். அப்போ அண்ணா,
அது போதும், சார்ந்து மட்டும் கூப்பிடாது. ஓ ஓகே சார். சாரி அண்ணா. சரி, நீ ரெஸ்ட் பண்ணுங்கோ, நான் இப்ப கிளம்புறேன். நைட் வந்து பேசலாம். டேய் தம்பி, வா வந்து உட்காரு, சாப்பிடலாம். வேணாண்ணா, நான் பொறுத்துன்னு சாப்பிடலாம். ஏய் எதுக்குப்பா அது? நீங்களுக்கும் இவ்வளவு சாப்பாடு இருக்கு, வா வந்து உட்காரு. சரஸ்வதி. ஆமாமா, வருவா. தம்பி, இதுதான் என் பொண்டாட்டி, പേര് സരസ്വതി. ഇവ മലയാളിതാ. ആ മോനെ, നീ മലയാളിയാണല്ലേ? എവിടെയാ നിന്റെ വീട്? ആ ആന്റി, ഞാൻ തൃശ്ശൂരാണ്. ഓ, തൃശ്ശൂരാണോ? ആ, ഞാനും അവിടെയായിരുന്നു. ഓ അപ്പടിയാ. അല്ല, ആണോ? തൃശ്ശൂർ എവിടെയായിരുന്നു? തമ്പി, ഇപ്പൊ സാപ്പിട്, ബാക്കി നാളെ സംസാരിക്കാം. അണ്ണ, നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ ഇവിടെ? നിങ്ങൾക്ക് മക്കളൊന്നുമില്ലേ? இருக்கு, எனக்கு 3 மக்கள் இருக்கு. 3 பெம்பிளை தான். அவர் வந்து ட்ரிப்பிள்ஸ். தூங்கியாச்சு, நாளை பாத்துக்கலாம். சரிங்க, நாளை பாத்துக்கலாம். குட் நைட் சார். சாரி அண்ணா. ஆஹா, நீ எழுந்துட்டியா? சௌரவி, இவருக்கு ஒரு டீ கொடுங்க. ஓகேப்பா. உங்க ஃபேஸ் நான் எங்கேயோ பார்த்திருக்கேன். ஆனா, ஓயா, நீங்க சங்கர் தானே? மிஸ்டர் சங்கர் ரஞ்சித், ஐ அம் ரைட்? ஆமா, ஆனா உங்களுக்கு என்ன எப்படி தெரியும்? சௌரவி, உனக்கு வேற தெரியுமா? அது வந்து ஒரு கொஸ்டின் ஆப்பா. இவர் கேரளாவில பெரிய ஃபேமஸ் பிசினஸ்மேன். இவரை பற்றி நான் நிறைய கேட்டிருக்கேன். அடேங்கப்பா, என் முருகா, அப்படியா? കേരളാവിലെ பெரிய ബിസിനസ്മാൻ താനാ ഇങ്ങ തങ്ങിട്ട് இருக்க? ഏയ് അങ്ങനെയൊന്നും ഇല്ല. ഇല്ലാന്നോ? അപ്പ ഞാൻ വേണമെങ്കിൽ ഇവരുടെ ന്യൂസ് കാട്ടിത്തരാം. ഏയ് വേണ വേണ, ഞാൻ കിளம்புறேன், നൈറ്റ് വരെ. சௌரவி, நைஸ் டு மீட் யூ. நீங்க இப்போ என்ன செய்யற? ഏയ് ചേട്ടാ, എനിക്ക് മലയാളം നന്നായി അറിയാം. സോ തമിഴ് പറഞ്ഞ് ഇഷ്ടപ്പെടണ്ട. ആണല്ലേ? എനിക്കാണെങ്കിൽ തമിഴ് വലിയ പിടുത്തമില്ല. ഈ സിനിമ ഒക്കെ കണ്ടും കേട്ടുള്ള പരിചയമുള്ളൂ. ആക്ച്വലി തനിക്ക് എങ്ങനെ മലയാളം അറിയാം? ഓ, അത് അമ്മ വന്ന് മലയാളി, പിന്നെ ഞാൻ ട്രിപ്പിൾസിൽ ഒരാളാണല്ലോ. ഞങ്ങൾ 3 പേരും ഹയർ സ്റ്റഡീസ് ഒക്കെ കേരളത്തിലാണ് കംപ്ലീറ്റ് ചെയ്തത്. സോ അങ്ങനെ അറിയാം. ആഹാ, എവിടെയായിരുന്നു ഹയർ സ്റ്റഡീസ് ഒക്കെ അപ്പോ? ഞങ്ങൾ എറണാകുളത്തായിരുന്നു. അമ്മയുടെ പ്ലേസ് തൃശ്ശൂര് ആണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ എറണാകുളം പോയി. അതുകൊണ്ടോ? വൈ? അത് അപ്പയുടെ അമ്മയുടെയും ലവ് മാരേജ് ആയിരുന്നു. അതുകൊണ്ട് അമ്മയുടെ വീട്ടിൽ സമ്മതിച്ചിരുന്നില്ല. ലാസ്റ്റ് അപ്പയുടെ കൂടെ ഒളിച്ചോടി പോരേണ്ടി വന്നു. ഇതുവരെ പിന്നെ അവിടുന്ന് ഒരു വിളി പോലും വന്നിട്ടില്ല. അവരെ പേടി അമ്മയ്ക്ക്, സോ വിട്ടില്ല. ഓ റിയലി? ആക്ച്വലി എനിക്കും ഇതേപോലെ ഒരു അമ്മായി ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അവരെ കണ്ടുപിടിക്കാൻ കൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ. ഓ ആണോ? അത് കൊള്ളാലോ. എങ്കിൽ ശരി, നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. എനിക്ക് ഇത്തിരി ജോലിയുണ്ട്, പിന്നെ കാണാം. ഓക്കെ, എങ്കിൽ അങ്ങനെ ആവട്ടെ. ഇവിടെ ആരും ഇല്ലേ? ഒരു മലയാളി ഇവിടെ വന്നിട്ട് കാണാന്ന് വിചാരിച്ചപ്പോ ഈ വാതിലൊക്കെ തുറന്നിട്ട് ഇയാള് ഇവിടെ പോയതാ. എന്തായാലും അകത്തോട്ട് കയറാം. ശേ, ഇവിടെ ആരില്ലാന്നാ തോന്നണേ. എന്റെ മുരുക, ഇത് എന്താ? ഇതൊരു റൂമാണോ അതോ ലൈബ്രറി ആണോ?
ഷോ, ഇങ്ങനൊരു പുസ്തകപ്പുഴാന്ന് തോന്നുന്നു. ഏയ്, ആരാ നീ? എന്താ എന്റെ റൂമിൽ ചെയ്യുന്നത് നീ? ഓ മൈ ഗോഡ്, നോം എന്തായി കാണുന്നേ? എന്റെ പൊന്നേ, എന്ത് ബോഡിയാടോ തന്റെ? അയ്യേ, ഇതേ കൊച്ച്, നീ എവിടെയുള്ളത്? ഇറങ്ങി പോയ എന്റെ റൂമിൽ നിന്ന്. ഹലോ ഹലോ, വെയിറ്റ്, ഒച്ച വെക്കണ്ട. ഞാൻ ശ്രുതി സെൽവൻ, തന്നെ ഒന്ന് കാണാൻ വന്നതാ. മലയാളിയാണെന്ന് കേട്ടപ്പോ ഒരു കൗതുകം, അതുകൊണ്ടാ, വേറൊന്നുമല്ല. ഓ, അപ്പൊ നീയാണ് ഈ വീട്ടിലെ വായാടി. ആന്റി പറഞ്ഞിരുന്നു. ഓ, ഈ അമ്മ നാണം കെടുത്താനായിട്ടെന്നെ തുനിഞ്ഞിറങ്ങിയേക്കുവാണല്ലോ. അല്ല മിസ്റ്റർ, താങ്കൾ ഇങ്ങനെ തന്നെ നിൽക്കാനാണോ പ്ലാൻ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നാലും ഒരു അവിവാഹിതയായ പെൺകുട്ടിയുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ നിൽക്കാമോ? അയ്യേ, എനിക്കെന്താ നാണല്ലേ കൊച്ചേ? മതി, ബാക്കി പരിചയപ്പെടലൊക്കെ നാളെ ആവാം. പോയേ. ആയിക്കോട്ടെ, എന്തായാലും ഒന്ന് പറഞ്ഞേക്കാം, തന്നെ എനിക്ക് അങ്ങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഞാനിനി തന്നെ കൊണ്ടേ പോവുള്ളൂ. അപ്പൊ ശരി, നാളെ പാക്കലാം. ദൈവമേ, ഇതെനിക്കൊരു പൊലവാലാവോ? ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, അതിന്റെ എന്നുള്ള ഇനി എപ്പോഴാണോ ആവോ? ഓ, രാവിലെ തന്നെ നേരം വെളുക്കുവാണല്ലോ ദൈവമേ. ഇതാരാണാവോ? ഇനി ഇതാണോ മൂന്നാമത്തെ സന്തതി? ആവില്ല, ഭക്തിയൊക്കെ ഉള്ള കൂട്ടത്തില. എന്തായാലും കൊള്ളാം. ഹലോ കുട്ടി, താൻ ആരാ? ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. ഹേയ്, എക്സ്ക്യൂസ് മീ, തന്നോടാ ഞാൻ ചോദിച്ചത്. ഇവിടുത്തെ സെർവൻ്റ് വല്ലതും ആണോ? ദേവി, ഇനി ഊമയായിരിക്കോ? ഏയ് കുട്ടി, ഇവളതെന്തിനാ ഓടിയേ? അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഹലോ മാഷേ, എന്താണ് ഒരു ആലോചനയൊക്കെ? ഓ, നീയോ? അത് ഇവിടെ ഒരു കുട്ടി കോലം വരയ്ക്കുന്നുണ്ടായി. ഇതുവരെ ഇവിടെ ഒന്നും കണ്ടിട്ടുമില്ല. ആരാന്ന് ചോദിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ ഓടിപ്പോവുകയും ചെയ്തു. ഓ, അതോ? അവള് ശ്രേയ, ട്രിപ്പിൾസിലെ മൂന്നാമത്തെ ആള്. ശ്രേയാണോ അത്? അവള് നിങ്ങളെ പോലെ ഒന്നും അല്ലല്ലോ. അതെന്താ മാഷ അങ്ങനെ ഒരു ടോക്ക്? അല്ല, അവക്ക് നല്ല ദൈവവിശ്വാസമൊക്കെ ഉള്ളതായിട്ട് തോന്നി. പിന്നെ നല്ല ഐശ്വര്യമുണ്ട് കാണാൻ. ഓഹോ, മാഷിന് ദൈവവിശ്വാസമുള്ള പിള്ളേരാണോ ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ നാളെ മുതല് ഞാനും അമ്പലത്തിൽ പോയി രാവിലെ എണീറ്റ് കോലമൊക്കെ വരയ്ക്കാം. എന്തു പറയുന്നു? എന്തുവാ നിനക്ക്? ഈ മാഷ്വലി ഒന്ന് നിർത്താവോ? എനിക്കോ? എനിക്ക് നല്ല അസല് പ്രേമ. എന്തേ, മാറ്റി തരൂ? ഒന്ന് പോ പെണ്ണെ, വെറുതെ കളിക്കല്ലേ. ഇത് കളിയായിട്ടാണോ ഏട്ടന് തോന്നുന്നേ? എനിക്ക് തെറ്റി, ഞാൻ കാര്യമായിട്ട് പറയണതാ. ഞാനിനി ഏട്ടനെയും കൊണ്ടേ പോവും. എന്റെ കൃഷ്ണ, ഇത് പുലിവാലാകും. ഹലോ ആന്റി, എന്താണ് പരിപാടി? ഒന്നുമില്ലടാ, വെറുതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചിരിക്കുക. ആഹാ, ആണോ? എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഓ, അതിനെന്താ, നീ ചോദിക്കേ. അത് നിങ്ങളുടെ ലവ് സ്റ്റോറി എനിക്ക് പറഞ്ഞു തരുമോ? അത് പറയാം, പക്ഷേ ലവ് സ്റ്റോറി അറിയുന്നതിന് മുമ്പ് നീ എൻ്റെ ഫാമിലിനെ പറ്റി അറിയണം. എങ്കിൽ പറ ആൻറ്റി, എനിക്ക് ഈ കഥകളൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഒരു അമ്മായി എനിക്ക് ഡെയിലി ഇങ്ങനെ കഥ പറഞ്ഞു തരുമായിരുന്നു. അന്ന് ഞാൻ ഭയങ്കര കുഞ്ഞാ, പക്ഷേ ആളിപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല. ആളുടെ മുഖം പോലും എനിക്ക് ഓർമ്മയില്ല. ഓക്കെ, പേര് കേട്ടൊരു തറവാടായിരുന്നു ഞങ്ങളുടേത്. എൻ്റെ അച്ഛൻ്റെ പേര് ജയചന്ദ്രൻ. ഞങ്ങൾ 4 മക്കളാണ്. മൂത്ത ആള് രഞ്ജിത്ത്, പിന്നെ ജീവൻ, റാം, ഏറ്റവും ഇളയതാണ് ഞാൻ. അതിൻ്റെതായ എല്ലാ കൊഞ്ചലും കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രേമത്തിനോടൊക്കെ എൻ്റെ വീട്ടുകാർ ഭയങ്കര എതിരാ, ഇഷ്ടമേ അല്ല. ആണുങ്ങളോട് സംസാരിക്കാൻ പോലും സമ്മതിക്കില്ലായിരുന്നു. പിന്നെ ഈ രഞ്ജിത്തേട്ടന് ഒരു മകനുണ്ട്, അവനായിരുന്നു എൻ്റെ എല്ലാം.
എൻ്റെ കളിയും ചിരിയും ഒക്കെ അവൻ്റെ കൂടെയായിരുന്നു. 26 വർഷങ്ങൾക്ക് ഇപ്പുറം ഞാൻ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവനെ ആയിരിക്കും. ശാരുമായി ആ നീ ശങ്കു? അതെ അമ്മായി, ഞാൻ അമ്മായിയുടെ ശങ്കു. എന്താ നീ സത്യമാണോ പറയുന്നേ? അതെ അമ്മായി, ഞാനാ ശങ്കു. അമ്മായിയുടെ രഞ്ജുവേട്ടന്റെ മോൻ ശങ്കുവാ ഞാൻ. അമ്മ എന്തുപറ്റി? എന്തിനെങ്ങനെ കരയുന്നേ? മോളെ ശ്രേയ, ഞാൻ പറയാറില്ലേ എൻ്റെ ശങ്കുവിനെ പറ്റി? ആ, അമ്മയുടെ ശങ്കുവിന് എന്ത് പറ്റി? ദേ ഇവനാ എൻ്റെ ശങ്കു. ശങ്കു കേട്ടനോ? ഇതോ? ആ മോളെ, ഇത് നീ കാണാൻ ആഗ്രഹിച്ച ശങ്കുവേട്ടൻ. അമ്മായി കാണാൻ ആഗ്രഹിച്ചതോ? എന്താ ഈ പറയുന്നത്? അത് ഞാൻ പണ്ട് തൊട്ടേ ഇവരോട് നിന്നെ പറ്റിയൊക്കെ പറയാറുണ്ടായിരുന്നു. അങ്ങനെ കേട്ട് ഇവളുടെ മനസ്സിലൊരു ഇഷ്ടം വന്നതാ. നിന്നെ ഇതുവരെ ഒരു നോക്കുപോലും കാണാതെ അവള് നിന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. പക്ഷേ അമ്മായി, അത് ഏട്ടനിപ്പോ ഒന്നും പറയണമെന്നില്ല. എൻ്റെ ഈ ഇഷ്ടം എന്നോട് തിരിച്ചു തോന്നുമെന്ന് കരുതിയിട്ടൊന്നുമല്ല ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. ഏട്ടന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മതി. മറുപടി എന്തായാലും യെസ് ആണെങ്കിലും നോ ആണെങ്കിലും ഞാനത് സ്വീകരിക്കും. டேய், என்னடி சொல்ற? அவ தானே அவன் சங்கு, உண்மையா? என்னால் நம்பவே முடியலடி. ஆமா, அவ தான் என் சங்கு. நம்ம ஸ்ரேயா அவனை காதலிக்கிறேன். அப்போ மாமா அவன்கிட்ட இது பேசணும். ஸ்ரேயா அவனை ஆசைப்படுறேன். கண்டிப்பா அவன் கல்யாணம் കഴിക്കണം. மாமா, அது அவனோട് கேட்காம எப்படி? അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. അവൻ സമ്മതിക്കണം. அப்பா, എനിക്കൊരു കാര്യം. ஏ செல்லக்குட்டி, சொல்லுங்க, என்ன விஷயம்? அப்பா, அது வந்து അപ്പ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാനും അവനെ കാതലിக்கிறேன். കല്യാണം പണ്ണാൻ ആശപ്പെടുறேன். ഐ വാണ്ട് ഹിം. അപ്പ എനിക്കും അത് തന്നെ പറയാനുള്ളത്. എനിക്കും ശങ്കുവേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പ, അമ്മ, ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഞങ്ങൾ മൂവരും അവരെ കാതലിக்கிறேன். We just want to marry him. என்னடி உங்களுக்கு பைத்தியமா? 3 பேரோ? என் முருகா. மாமா, இனி என்ன செய்ய போற? அவன்கிட்ட இது பேசணும், அப்புறம் அவன் எஸ் சொல்லணும். பெஸ்ட். நல்ல மக்களும் மக்களுக்கு பற்றிய தந்தை. டேய் சங்கு, உங்ககிட்ட ஒரு விஷயத்தை பத்தி பேசணும். நீங்க ഫ്രീയാ? ഞാൻ ഫ്രീയാ. എന്താ കാര്യം? അത് ശങ്കു, ശ്രുതിയും ശ്രേയയും സൗരഭ്യവും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അപ്പോ കല്യാണം കഴിക്കണമെന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ കല്യാണം തീരുമാനിക്കാന്ന്. അപ്പോ നീ സമ്മതിക്കില്ലേ? വാട്ട്? നോ, നോ വേ. അതെങ്ങനെ ശരിയാവുന്നേ? ഒന്നാണെങ്കിൽ പിന്നെ സമ്മതിക്കായിരുന്നു. ഇതെന്തോന്ന് 3 പേരോ? ഇല്ല, ഞാൻ സമ്മതിക്കില്ല. டேய் தம்பி, இது என் ரிக்வஸ்டடா. அவ 3 பேரும் ஒன்னு ஆசைப்படுறேன். மூவரும் எனக்கு ஒன்னுடா. ப்ளீஸ் நீ யோசித்து பாரு, அப்புறம் சொல்லு. அது எஸ் மட்டும்தான் ஆகணும், சரியா? சரி, நாளை பேசலாம். பாய். ശങ്കു, നീ ഉറങ്ങിയോടാ? അമ്മായിയോ? ഇല്ല, വായോ. അല്ല, എന്താ ഈ നേരത്ത്? അത് ഞാൻ രാവിലെ സംസാരിച്ച കാര്യം. എടാ, അങ്ങേർക്ക് മക്കളെന്ന് വെച്ചാ ജീവനാടാ. പിന്നെ 3 പേരും നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോ ബാക്കി 2 പേരെ എങ്ങനെയാ വിഷമിപ്പിക്ക?
മക്കള് പറഞ്ഞ എന്തും സാധിച്ചു കൊടുക്കുന്ന ഒരാളായിപ്പോയി. വേറെ എന്ത് ചെയ്യാനാക്കും? നീ സമയമെടുത്ത് ആലോചിച്ച് പറഞ്ഞാ മതി. പക്ഷെ അമ്മായി, ഞാൻ അങ്ങനെ ഒരു രീതിയിൽ അവരെ കണ്ടിട്ടില്ല. അതും പോരാണ്ട് 3 പേരെന്നൊക്കെ പറയുമ്പോ അതെങ്ങനെയാ? എനിക്ക് മനസ്സിലാകൂടെ നിന്നെ. പക്ഷെ നീ ആലോചിക്ക്, സമയം എടുത്ത് ആലോചിക്ക്. എത്ര വേണമെങ്കിലും സമയം എടുത്തോളൂ, പക്ഷെ നീ അവരെ വിഷമിപ്പിക്കരുത്. ആ ശരി അമ്മായി. എങ്കിൽ ശരി, നീ കിടന്നോളൂ. ഇത് ആലോചിച്ച് ഇനി ഉറക്കം കളയണ്ട കേട്ടോ. എടി, ശങ്കുവേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിക്കുവോ? അറിയില്ല. എന്തായാലും ഏട്ടനില്ലാണ്ട് എനിക്ക് പറ്റില്ല. ചെറുപ്പം തൊട്ട് ഞാൻ മനസ്സിലുകൊണ്ട് നടക്കണതാ. നിങ്ങൾക്കറിയാലോ. എനിക്കാണേല് കണ്ടപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഒരാഴ്ച കൊണ്ട് ഭയങ്കര കൂട്ടായി. പിന്നെ പതിയെ ഇഷ്ടം വന്നു. എനിക്ക് പിന്നെ അന്ന് രാത്രി അങ്ങനെയൊക്കെ കണ്ടപ്പോ. രാത്രിയോ? എങ്ങനെ കണ്ടപ്പോന്ന്? അതില്ലേ, ഞാൻ രാത്രി ഒരു ദിവസം പുറത്തിറങ്ങിയപ്പോൾ ഏട്ടൻ മുറ്റത്തോടെ ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന കണ്ടു. അത് പറഞ്ഞതാ. എന്തേലും ആവട്ടെ, നമ്മളെ സ്വീകരിക്കാനായിട്ടും തയ്യാറാവണം. അതുവരെ വെയിറ്റ് ചെയ്യാം. യെസ് ആണേലും നോ ആണേലും നമ്മളത് സ്വീകരിക്കണം. എന്താന്ന് വെച്ചാൽ നാളെ നോക്കാം. നമ്മളെല്ലാം ഒന്നിച്ചല്ലേ ചെയ്യാറുള്ളൂ. കിട്ടുമ്പോഴും ഒരാളെ തന്നെ എന്ന് വിചാരിച്ചാൽ മതി. ബാക്കിയൊക്കെ നാളെ നോക്കാം. ഇപ്പൊ കിടന്നുറങ്ങാൻ നോക്ക്. സരസു, എനക്ക് ഒരു ടീ കിടക്കുമോ? ആ മാമ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അല്ല, ശങ്കു എവിടെ? കണ്ടില്ലല്ലോ. தெரியாது, ഞാൻ ഇതുവരെ കണ്ടില്ലായിരുന്നു. സരസു, അത് ശങ്കു അല്ലേ? ആമാ, അത് അവൻ താ. ഈ രാവിലെ തന്നെ ഇവനിതെവിടെ പോയതാ? ശങ്കു, നീ എവിടെ പോയേക്കായിരുന്നു? ഞാനോ? ഞാൻ ചുമ്മാ ഈ നടക്കുന്ന കാണാൻ. കുറെ ആയല്ലോ ഞാൻ വന്നിട്ട്. പക്ഷെ ഇവിടേക്കൊന്നും ഇറങ്ങിയതൊന്നുമില്ല. അപ്പോ ജസ്റ്റ് കാണാമെന്നൊന്ന് വിചാരിച്ചു. അമ്മായി, അവരെ ഒന്ന് വിളിക്കാവോ? 3 പേരെയും. മക്കളെ ഒന്ന് വന്നേ. ദേ ശങ്കു നിങ്ങളെ വിളിക്കുന്നുണ്ട്. ആ, ഏട്ടനോ? എന്തേ വിളിച്ചേ? അത് വേറൊന്നുമല്ല. നിങ്ങൾക്ക് 3 പേർക്കും ഞാനൊരു സാധനം വാങ്ങിയിട്ടുണ്ട്. അത് തരാൻ വേണ്ടിയിരുന്നു. ഞങ്ങൾക്കോ? എന്താ അത്? ശങ്കുവേട്ടാ, ഇത് താലിയല്ലേ? അപ്പോ ഏട്ടാ? അതെ, എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ്. ശങ്കു, நிஜமாவா? ஆனா எதுக்கு வெயிட் பண்ற? நாளைக்கு கல்யாணம் தான். മാമാ, പാലക്കാട്ട് പക്കത്തിലെ ഒരു അപ്പാവി രാജാ, അവർ പഴക്കത്തിലെ കുഴന്തയെ പോലൊരു അമ്മാഞ്ചി രാജാ. പാലക്കാട്ട് പക്കത്തിലെ ഒരു അപ്പാവി രാജാ, അവർ പഴക്കത്തിലെ കുഴന്തയെ പോലൊരു അമ്മാഞ്ചി രാജാ. பாலக்காட்டு ராஜாவுக்கு ஒரு அப்பாவி ராணி. அவ சேலை